എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു അടിപൊളി ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിതുപോലെ ചെറിയൊരു പീസ് വൈറ്റ് കവർ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കണം. എത്രയും ചെറുതായിട്ട് മടക്കാവോ അത്രയും ചെറുതായിട്ട് തന്നെ മടക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ സാധാ പ്ലാസ്റ്റിക് കവറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിനെ ഇതുപോലെ ഒന്ന് കോണായിട്ട് മടക്കി കൊടുക്കുക. വീണ്ടും ഇതിനെ ചെറുതായിട്ടൊന്ന് മടക്കിയെടുക്കുക. അതിനുശേഷം നമുക്കൊരു സിസേഴ്സ് ഉപയോഗിച്ചൊന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് വിടർത്തി കൊടുക്കാം. ഇനി നമുക്ക് മടക്കുപാട് വന്നിരിക്കുന്ന ആ ഭാഗമില്ലേ, അത് ഫുള്ള് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമുക്ക് കറക്റ്റ് ആ പെറ്റൽസിന്റെ ഷേപ്പ് കിട്ടും. ഇതുപോലെ നമുക്ക് ഫുള്ള് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിവിടെ ചെറിയ പീസ് യെല്ലോ കവർ എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് പൂമ്പൊടിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ഞാൻ ചെറിയ പീസ് ഗ്രീൻ കളറിലെ കവർ എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഒരു ഇലയുടെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇതുപോലെ മടക്കിയതിന് ശേഷം കോണായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇനി ഞാനിവിടെ ചെറിയൊരു പീസ് ഗോൾഡൻ വയർ എടുത്തിട്ടുണ്ട്. ഇതിന്റെ അറ്റം ഞാൻ ചെറുതായിട്ടൊന്ന് ചുരുട്ടി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന യെല്ലോ കവർ ഇതിലേക്ക് ചുറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ ചുരുട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അറ്റത്തേക്ക് കുറച്ച് ഗ്ലൂ കൂടെ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇതളുകൾ വെച്ച് കൊടുക്കാം. അപ്പോൾ ഓരോ ലെയേഴ്സ് വെച്ച് കൊടുക്കുമ്പോൾ അതിനിടയിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാലേ അത് നന്നായിട്ട് ഫിക്സ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഓരോ ലെയേഴ്സും ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഗ്ലൂ ഗൺ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഫെവി ബോണ്ട് ആണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ നമുക്ക് എല്ലാ പെറ്റൽസും ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇത് വൈറ്റ് കളറിൽ തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ വേറെ കളർ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ആ കളേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇടയിലൊക്കെ നമ്മുടെ ഗ്ലൂ പറ്റാത്ത ഭാഗങ്ങളിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അടിഭാഗത്തേക്കായിട്ട് കുറച്ച് ഗ്ലൂ കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ആ ഗ്രീൻ കവറൂടെ അതിനകത്തേക്കൊന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിഭാഗത്തേക്കായിട്ട് നമുക്ക് അതിൻ്റെ തണ്ടുകൾ കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഗ്രീൻ കളറിലെ കവർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്.
അപ്പം നമുക്ക് ആദ്യം കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. അതിനുശേഷം ഈ കവർ നമുക്ക് ചുറ്റിക്കൊടുക്കാം. ഈ ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മൾ 3 ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ മുട്ടുകൾ ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗോൾഡൻ വെയർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കവറിൻ്റെ പാർട്സ് ഇല്ലേ, അത് ഇതിലേക്കൊന്ന് വെച്ചു കൊടുക്കുക. ഇതുപോലെ ചുരുട്ടി വെറുതെ വെച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് യെല്ലോ കവറിൻ്റെ ഒരു ചെറിയ പാർട്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇതുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം ഒരു നൂലിട്ടിട്ട് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഉരുക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, നല്ല ഷേപ്പിലിരുന്നോളും. ഇനി നമുക്ക് അടിയിൽ എക്സ്ട്രാ ഉള്ള പാർട്സ് നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം അതും ഒന്ന് ഉരുക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ പെറ്റൽസ് ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം. അപ്പം മുട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഒരു പെറ്റൽസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം പെറ്റൽസ് വെച്ചു കൊടുക്കാം. ഇനി അതിനിടയിലേക്ക് നമുക്ക് ഗ്രീൻ കളറിലെ കവറൂടെ ഒന്ന് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് തണ്ടുകൾക്കും ഗ്രീൻ കളറിലെ കവർ ഇതുപോലെ ചുറ്റി കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം മുട്ട് വെക്കുക, അതിനിടയിലായിട്ട് ഓരോ പൂക്കളായിട്ട് വെച്ചു കൊടുക്കുക. അപ്പം ഇതുപോലെ നമുക്ക് കുറേ സെറ്റ് ഉണ്ടാക്കി എടുക്കണം, എന്നാലേ ഒരു ഭംഗിയായി കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് പൊടി കയറിയാലും നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്ത് പിന്നെ യൂസ് ചെയ്യാവുന്നതാണ്. തണ്ടുകൾക്ക് നിങ്ങൾക്ക് കട്ടി കൂടുതൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ ഒന്ന് ചുറ്റി കൊടുത്താൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുറേ അധികം ഉണ്ടാക്കിയെടുക്കണം, എന്നാലേ കാണാനൊരു ഭംഗി ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു വർക്കാണിത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.